തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നിലവിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത് സൂപ്പർ താരം ദളപതി വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകമാണ്. 108 സീറ്റുകൾ ലഭിച്ച TVK പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം നേടണമെങ്കിൽ 10 അംഗങ്ങളുടെ പിന്തുണ കൂടെ വേണം. കോൺഗ്രസും ഇടതു പാർട്ടികളും TVKയോടൊപ്പം ചേരുമെന്നാണ് റിപ്പോർട്ട്. തമിഴ്നാട്ടിൽ സാധാരണയായി DMKയും AIADMKയും മാറി മാറി അധികാരത്തിലെത്തുമ്പോൾ സഖ്യകക്ഷികൾക്ക് അധികാരം പങ്കിട്ടു നൽകുന്നൊരു പതിവില്ല. അതിൽ നിന്നും വ്യത്യസ്തമായി വിജയ് നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിൽ സഖ്യകക്ഷികളിൽ നിന്ന് മന്ത്രിമാർ ഉണ്ടാകും എന്നാണ് പറയുന്നത്. കോൺഗ്രസിന് 2 മന്ത്രി പദവികൾ TVK വാഗ്ദാനം ചെയ്തു എന്നാണ് അനൌദ്യോഗിക വിവരങ്ങൾ. AIADMK വിട്ട് വിജയോടൊപ്പം ചേർന്ന കെ സെങ്കോട്ടയ്യൻ മാത്രമാണ് TVK എന്ന പാർട്ടിയിൽ മുമ്പ് MLA ആയിട്ടുള്ള ഒരു വ്യക്തി. തലൈവൻ വിജയ് ഉൾപ്പെടെ ആദ്യമായിട്ടാണ് ബാക്കി എല്ലാവരും നിയമസഭയിലെത്തുന്നത്. TVKയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ പരിചയമില്ലായ്മ വളരെ വ്യക്തമായി കാണാമായിരുന്നു. പല സമ്മേളനങ്ങളും അലങ്കോലമായതും അനുഭവ സമ്പത്തുള്ള നേതാക്കൾ അവരുടെ കൂടെ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഇപ്പോൾ ഫലം വന്നപ്പോഴും ഇക്കാര്യം കൂടുതൽ തെളിഞ്ഞ് കാണിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പരിചയസമ്പന്നരെ കൂടെ മന്ത്രിസഭയിൽ എത്തിക്കാനാണ് സഖ്യകക്ഷികൾക്കും അംഗത്വം നൽകുന്ന തീരുമാനം TVK എടുക്കുന്നത്. കോൺഗ്രസിന് 5 MLA-മാരാണുള്ളത്. CPM, CPI, VCK എന്നിവർക്കെല്ലാം 2 വീതം MLA-മാരുമുണ്ട്. ഇവരുടെ പിന്തുണയുണ്ടെങ്കിൽ വിജയ്ക്ക് ഭരിക്കാവുന്നതാണ്. കോൺഗ്രസിന് 2 മന്ത്രി പദവിയും മറ്റ് കക്ഷികൾക്ക് ഓരോ മന്ത്രിമാരും പുതിയ സർക്കാരിൽ ഉണ്ടായേക്കും. കൂടാതെ മുസ്ലിം ലീഗ്, വിജയകാന്തിന്റെ DMDK, രാംദാസിന്റെ PMK എന്നീ കക്ഷികളുടെ പിന്തുണയും വിജയ്ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. സഖ്യ സർക്കാർ രൂപീകരിക്കാനാണ് ജനഹിതം എന്നായിരുന്നു ഫലം വന്നതിന് പിന്നാലെ VCK നേതാവ് തോൽ തിരുമാവളവന്റെ പ്രതികരണം. മതേതര മുന്നണിക്ക് പിന്തുണ നൽകാനാണ് VCKയും ഇടതുപാർട്ടികളും ആലോചിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം രാഹുൽ ഗാന്ധിയും കാർത്തി ചിദംബരവും വിജയിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇതെല്ലാം പുതിയ സർക്കാർ രൂപീകരണത്തിന്റെ സൂചനയായിട്ടാണ് കാണുന്നത്. കോൺഗ്രസ് നേതാവ് പ്രവീൺ ചക്രവർത്തി വിജയ്ക്കൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതേസമയം പരിചയസമ്പന്നരായ വ്യക്തികളെ സർക്കാരിൽ എത്തിക്കാൻ വിജയ് ആലോചിക്കുകയാണ്. 2 മണ്ഡലങ്ങളിൽ ജയിച്ച വിജയ് ഒരു സീറ്റ് ഒഴിയും. തൃച്ചി ഈസ്റ്റ് മണ്ഡലമായിരിക്കും ഒഴിയാൻ സാധ്യത. അവിടെ വിജയുമായി അടുത്ത സൗഹൃദമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പങ്കാളി എന്ന് പറയാവുന്ന നടി തൃഷ കൃഷ്ണൻ മത്സരിക്കുമെന്നൊരു പ്രചരണമുണ്ടായിരുന്നു. എന്നാൽ മുൻ IAS ഓഫീസർ യു സഗയം ഇവിടെ മത്സരിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. തമിഴ്നാട്ടിൽ അഴിമതി വിരുദ്ധൻ എന്ന പ്രതിച്ഛായുള്ള ഓഫീസറാണ് യു സഗയം. ഔദ്യോഗിക ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ബ്ലാക്ക് മാർക്ക് പോലുമില്ല ഒരു ഉദ്യോഗസ്ഥനാണ് സഗയം. ഇദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ ഒരിക്കൽ സർക്കാർ ഉത്തരവ് വന്നപ്പോൾ ആയിരക്കണക്കിന് സാധാരണക്കാരാണ് ഇദ്ദേഹത്തിന് വേണ്ടി സമരത്തിന് ഇറങ്ങിയത്. അതോടെ സർക്കാർ ആ തീരുമാനം പിൻവലിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ക്ലീൻ ഇമേജുള്ള ജനപിന്തുണയുള്ള അദ്ദേഹത്തിന്റെ ഉപദേശം വിജയ് തേടുന്നു എന്നാണ് പുതിയ വിവരങ്ങൾ. തൃച്ചി ഈസ്റ്റിൽ നിന്ന് മത്സരിപ്പിച്ച് അദ്ദേഹത്തെയും മന്ത്രിസഭയിൽ എത്തിക്കുമെന്ന് വാർത്തകളുണ്ട്. സർക്കാർ രൂപീകരിക്കാൻ 2 ആഴ്ച സമയം തേടിയിരിക്കുകയാണ് വിജയ്. ഗവർണർക്ക് ഇത് സംബന്ധിച്ച് സന്ദേശം കൈമാറി എന്നാണ് വിവരം.